അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഗ്രീൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങളാണ് ഇത്: ഉള്ളി, ഇത് മല്ലിച്ചപ്പ് അരച്ചത്, ഒരു തക്കാളി, ഒരു 5 മുളക് ചീന്തിയത്, ഇത് തേങ്ങാപ്പാൽ 1, 2, 3, 1-ാം പാൽ, 1.5 സ്പൂണ് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല. അപ്പോൾ നമ്മൾ ആദ്യം ഇതാക്കാണ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ കുക്കർ വെച്ച് കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഈ കച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഉള്ളി ഇടണം. ഉള്ളി ഇട്ട് ഉള്ളി ഇത് വാരാൻ വേണ്ടി നമുക്ക് എന്താണ് ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ ഉള്ളി വേഗം വാടി കിട്ടും. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഉള്ളി എല്ലാം വാട്ടണം. ഉള്ളി ശരിക്കും വാറ്റി വന്ന ശേഷമാണ് നമുക്ക് അതിൽ മറ്റു സാധനങ്ങൾ ചേർക്കേണ്ടത്. ഉള്ളി ശരിക്കും വാടണം. ഉപ്പ് ചേർത്താൽ ഉള്ളി ശരിക്കും വാടി കിട്ടും. ഇത് പിന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. അതായത് കെമിക്കലായിട്ടൊന്നും ചേർക്കുന്നില്ല. മല്ലിപ്പൊടിയില്ല, ഇല്ല മഞ്ഞപ്പൊടിയില്ല, മുളക് പൊടിയില്ല, ഇറച്ചി മസാലപ്പൊടിയില്ല. ഇപ്പോൾ നമ്മളതിൽ പച്ചമുളക് കിട്ടുമ്പോൾ പച്ചമുളക് ശരിക്കും വാടി വന്നാൽ പിന്നെ നമുക്കതിൽ കൊണ്ട് വെളുത്തുള്ളി ഇഞ്ചിയാണ് ഇപ്പോൾ ഇടുന്നത്. വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് അത് ശരിക്കും വാടി ആക്കാൻ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കുറച്ച് കരിയാപ്പില ഇട്ട് നമ്മൾ ശരിക്കും ആ വഴറ്റിയാണ്. പിന്നെ നമുക്കതിൽ വേണ്ടത് ഇറച്ചിയാണ് ഇട്ടത്. ഒരു തക്കാളി ഇട്ടിട്ട് ശരിക്കും വാടണം. ശരിക്കും തക്കാളി ഇട്ട് ശരിക്കും വടിച്ച് നമുക്ക് അതിൽ നമുക്ക് ഇറച്ചിയാണ്. അടുത്ത ഇറച്ചിയാണ്. ഇറച്ചി കൈ വെച്ച ഇറച്ചിയാണ്. ആ ഇറച്ചി ഇടാൻ വേണ്ടി പോകുന്നത്. ശരിക്കും ഒന്ന് മിക്സ് ചെയ്യുക. ഇറച്ചിയും ആ ഉള്ളിയും മസാലയും ശരിക്കും ഒന്ന് മിക്സ് ചെയ്തിട്ട് നിൽക്കുക. ശരിക്കും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കുക്കറൊന്ന് മൂടിച്ച് വേവിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യാണ്ട് വെള്ളത്തിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എൻ്റെ പിറകിട്ട് നമ്മൾ കുക്കർ അടി പിടിച്ച് പോകണ്ടായി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ആ വേവ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വേണം ഒഴിക്കണം. ഞാനൊരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നത്. കുറച്ച് വെള്ളം ആ വെള്ളം ഒഴിച്ച് ശരിക്കും നടക്കിയ ശേഷം കുക്കർ മൂടി വെക്കണം. 2 വിസിൽ വന്നപ്പോൾ നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ ഇറച്ചി വെന്ത് നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ഇളക്കി നോക്കിയിട്ട് അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാറുണ്ട്. തേങ്ങാപ്പാൽ മറ്റു പല സാധനങ്ങൾ ചേർക്കാൻ 2-3 സാധനം ചേർക്കാറുണ്ട്. ഇറച്ചി വെന്ത് അതിന് നമ്മൾ തേങ്ങാപ്പാൽ വേണ്ടി ചേർക്കാൻ വേണ്ടി പോകുന്നുണ്ട്. തേങ്ങാപ്പാൽ ചേർത്ത് ആ ശരിക്കും ഇളക്കി നല്ല തിളക്കണം. പിന്നെ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ബെല്ലൈക്കൺ അമർത്തണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. നമ്മളതിൽ കുറച്ച് മല്ലിപ്പൊടി ചേർക്കണം. 2 സ്പൂൺ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി മാത്രമേ ഉള്ളൂ. 2 സ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണിത്. ആരും കഴിക്കുക, ഏത് രോഗികൾക്കും കഴിക്കാവുന്ന ഒരു നാച്ചുറൽ ഹെർബലായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ നമ്മളിത് ചേർക്കുന്നത് മല്ലി അരച്ചതാണ്. മല്ലി അരച്ചാണ് ചേർക്കുന്നത്. പ്യൂർ മല്ലി അരച്ചിട്ടുള്ളതാണ് ഇത്. മല്ലി അരച്ച് അത് ചേർത്ത് അതിൽ മിക്സ് ചെയ്യുകയാണ്. അത് ശരിക്കും അത് തള വരണം. നല്ല തിളച്ച് വരണം. എന്നാലും വെട്ടി തിളക്കുമ്പോഴാണ് അതിൻ്റെ ആ നിറങ്ങ് വരുള്ളൂ. അപ്പോൾ ഇത് വെട്ടി തിളച്ച് വരുന്നുണ്ട്. നമ്മൾ അതിലേക്ക് നമ്മൾ ചേർക്കണം. നമ്മൾ ആദ്യം എടുത്ത് 1-ാം പാലുണ്ട്, അത് കുറച്ച് ചേർക്കും കട്ടി ഇതാൻ വേണ്ടിയിട്ട്. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്ട് അതിൻ്റെ പണികൾ തീരാനായി. പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാല പൊടിയാണ് അതിൽ വേണ്ടത്. ആ ഗരം മസാല പൊടിയാണ് ഇടാൻ വേണ്ടി പോകുന്നത്. ഗരം മസാല പൊടി ഇട്ട് കഴിഞ്ഞ് നമുക്ക് എല്ലാ സാധനം ഒന്ന് തിളച്ച് നമുക്ക് ഓഫാക്കാം. കഴിഞ്ഞ് നമ്മുടെ പരിപാടി കഴിഞ്ഞ് നമ്മളെ ഗ്രീൻ ചിക്കൻ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ബോളിലേക്ക് മാറ്റാൻ പണിയാണ്. ബോളിലേക്ക് മാറ്റണം. ഗ്രീൻ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും അത്